ഹായ് ഡിയേഴ്സ്, ഇന്നിപ്പോൾ നമുക്ക് വീഡിയോ ഇടാനൊന്നും സമയം കിട്ടിയില്ല. എനിക്ക് പിങ്കിക്കുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ആ ചെള്ളുപനി ഇതുവരെയും മാറിയില്ല. അപ്പോൾ ഇന്നിപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും നമുക്ക് കൂടുതലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി 30 ദിവസത്തേക്ക് ടാബ്ലറ്റിന് എഴുതി തന്നു. സിറപ്പും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് തന്നെയും 30 ദിവസത്തേക്ക് തന്നെ നമുക്ക് 5000 രൂപയിൽ കൂടുതലാകുന്നുണ്ട്. 30 ദിവസത്തേക്കുള്ള ടാബ്ലറ്റ് കഴിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വിട്ടേക്കുവാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഉച്ചയായി വന്നപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളായിരുന്നു. കഴിഞ്ഞ 10 ദിവസത്തിന് മുന്നേ കൊണ്ടുപോയപ്പോൾ കുറച്ചേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇച്ചിരി കൂടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവൾക്ക് നല്ല ക്ഷീണമുണ്ട്, കിടന്നങ്ങ് ഉറങ്ങും കേട്ടോ. ചില സമയമൊക്കെ ഇത്രയും ടാബ്ലറ്റ് കൊടുക്കാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക്. എങ്ങനെയെങ്കിലുമൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇനി കറക്റ്റിന് കൊടുക്കണം. 30 ദിവസവും കൊടുത്താലേ ഇനി അത് കറക്റ്റ് മാറുള്ളൂ. ഈ ചെള്ളുപനി വന്നാൽ മാറാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആ ഒരു വിഷമമുണ്ട് ഇപ്പോൾ മനസ്സിന്. അപ്പോൾ രാവിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു ഇംഗ്ലീഷ് റോസൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു രാവിലെ. പക്ഷേ അതിനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ നമ്മുടെ ചെണ്ടുമല്ലി കുറേ പൂക്കളായിട്ടൊക്കെ നിൽപ്പുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇന്നിപ്പം പൂജവെപ്പിനും കൊടുക്കാനായിട്ട് കൊടുക്കണം ഒരിടത്തേക്ക്. അപ്പോൾ അതും കൂടെ ഇന്നിപ്പോൾ കുറച്ചുകൂടെ പറിച്ചിങ്ങെടുക്കും. കഴിഞ്ഞ ദിവസം അല്ലാതെ ശാസ്താവിന് ഒരു ദിവസവും കൂടെ ഞങ്ങളല്ലാതെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പം എന്നിട്ടും ഫ്ലവർ വരുന്നുണ്ട്. പക്ഷേ സെറ്റ് ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ കുറേയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് കുറേ പൂക്കൾ കിട്ടുമായിരുന്നു. നമുക്കിപ്പോൾ സെയിലിനായിട്ടല്ല, പൂക്കൾ കിട്ടുമല്ലോ, നമുക്ക് അമ്പലത്തിലെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ല വെയിലിന്ന് പോരി വെയിലത്ത് നിന്നാണ് എടുക്കുന്നത്. പിങ്കിക്കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ. പാവം സങ്കടമാവുന്നതാ നിൽക്കുന്നുണ്ട എൻ്റെ പിങ്കിക്കുട്ടി. ആണ്ടേ നല്ല വെയിൽ മക്കളെ, നല്ല വെയിൽ. കറുപ്പായണ്ടേ നല്ല പൊള്ളുന്ന ദേഹം. മോളിപ്പോ അപ്പം പാവം കേട്ടോ, ഭയങ്കര ക്ഷീണമുണ്ട്. എന്നാൽ ആക്റ്റീവായിട്ട് നടക്കുകയും ചെയ്യും. എന്തെങ്കിലും വന്നാലും കുറയ്ക്കുകയും ഒക്കെ ചെയ്യും. ഇതെങ്ങനെയെങ്കിലും കുറഞ്ഞെങ്കിൽ മതിയായിരുന്നു. ഇപ്പോൾ അതാണ് ഒരു വിഷമമായിട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ട്യൂബറൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ സെയിൽ വീഡിയോ ആയിട്ട് ഇടുന്നില്ല. അപ്പോൾ കുറച്ച് ട്യൂബേഴ്സ് താഴെ ഉണ്ട്. ബോങ് ട്യൂയേറ്റ് എന്നുള്ള മൈക്രോ ബൗൾ വെറൈറ്റിയുടെയും പിന്നെ ഒരു പിങ്ക് മൂൺലൈറ്റ്, അങ്ങനെ ഒരു 3-4 ട്യൂബർ കിടപ്പുണ്ട്. വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ വാട്ടർ ലില്ലീസും കുറച്ചുണ്ട്. ഇന്നിപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇന്നിപ്പോൾ എടുക്കുന്നില്ല. പിന്നെ ഈ വാട്ടർ ലില്ലിയും ഉണ്ട്. ചോമ്പൂ പട്ടല എന്നുള്ള പേര് കൊണ്ട് വാടിപ്പോയി കേട്ടോ. ചോമ്പൂ പട്ടല എന്നുള്ളത് അത് ഇൻക്ലൂഡിങ് CC 350-നാണ് ഞാൻ ഇട്ടേക്കുന്നത്. വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം കുറച്ച് ലോട്ടസും ഉണ്ട്, കുറച്ച് ആമ്പലും ഉണ്ട്. ആമ്പൽ ഒരു 5-6 ഉണ്ടായിരുന്നു. ഞാൻ ഇത് കോംബോ ആയിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കൊള്ളാമല്ലേ, നല്ല ഫ്ലവറല്ലേ, നല്ല ഭംഗിയുണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇംഗ്ലീഷ് റോസ് രാവിലെ ഞാൻ കയറി വന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് പോയത്. പക്ഷേ നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അത് ഇപ്പോൾ എന്താ മേളിൽ വന്നപ്പോൾ ഇങ്ങനെ അണഞ്ഞു പോയി. ഇനി നാളെ രാവിലെ വീഡിയോ എടുക്കണം. നല്ല ഭംഗിയാണ്. ഞാൻ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കണ്ടങ്ങ് പെട്ടെന്നങ്ങ് വിറ്റ് അങ്ങ് സെയിലിനിടുന്നതാണ്. പക്ഷേ ഇത് ഇംഗ്ലീഷ് റോസ് മാത്രമാണ് ഞാൻ സെയിലിനിടാതെ ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഒരു പ്ലാന്റും കൂടെ ആയാലല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഇതിനെ മാത്രം അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര വെയിൽ കേട്ടോ. പിങ്കി അങ്ങ് താഴെ പോയില്ല, ഇതാ കറങ്ങിക്കൊണ്ടേ നടക്കുകയാണ്. ഈ ചുറ്റുവട്ടത്ത് നമുക്ക് നടക്കാൻ ഇട്ടേക്കുന്ന സ്ഥലം അവളും യൂസ് ചെയ്യും. ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും കണ്ട. നല്ല പാവം, നല്ല ക്ഷീണവും ഉണ്ട്. ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. എന്നാലും നല്ല വാ തന്നെ പോവാം, നമുക്ക് താഴെ പോവാം. ഭയങ്കര വെയിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സെയിലിന് കുറച്ച് ട്യൂബേഴ്സൊക്കെ ഉണ്ട്. വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോണം കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെയാണ് എൻ്റെ വീഡിയോ. നല്ല വെയിൽ കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എൻ്റെ കുഞ്ഞു ഗാർഡനൊക്കെ ഇഷ്ടമായവർ, എൻ്റെ വീഡിയോസും ഇഷ്ടമായവർ ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.